ഓക്കെ, നമസ്കാരം. ഞാൻ സുധീഷ് സദാശിവൻ. അപ്പം ഇന്ന് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിഫ്റ്റിയിൽ നിന്നൊരു ഒരു നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഭാഷയിൽ പറഞ്ഞത് ന്യൂട്രൽ ഡേ ആണ്. അതായത് ഒരു ഡീ പ്രൊഫൈൽ ചാർട്ടാണെന്ന് മാർക്കറ്റിൽ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇതിപ്പം നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഓപ്പണിംഗ് ആദ്യത്തെ ഒരു 1 hour നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇന്നെന്താണ് ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട്സൈഡ് റേഞ്ച് ആണ് നിഫ്റ്റി. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണ് ഒരു സൈഡ് വേസിനുള്ള ഒരു പോസിബിലിറ്റി ആണ്. ഒരു സൈഡ് വേസ് ഒരു മാർക്കറ്റ് ആയിരിക്കും, ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരിക്കും. അഥവാ മാർക്കറ്റ് എന്താണ് ഒരു ലെവലിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാൾസ് ബ്രേക്ക് ഔട്ട് ആകാനുള്ള ഒരു പോസിബിലിറ്റി, അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ തരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ കണ്ടത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പില് ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പ് വാച്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാൻസ് ഫോർ കൺസോളിഡേഷൻ, ദർ ഇസ് സ്മോൾ പോസിബിലിറ്റി ഫോർ മൂവ്മെന്റ് ആഫ്റ്റർ 12 o'clock. അപ്പം ഇങ്ങനത്തെ ഒരു റേഞ്ചിൽ മാർക്കിന്റെ ഈ ഒരു സെറ്റപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചില സമയത്ത് എന്താണ് ഒരു 12 മണിക്ക് ശേഷം ഒരു ട്രെൻഡിങ് ആവുന്ന ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പം അപ്പം മൊത്തത്തിൽ എന്താണ് മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഇവിടെ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാമായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,900 എന്ന് പറയുന്ന ലെവൽ എന്താണ് ഒരു റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 24,800 എന്താണ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഇന്നത്തെ മാർക്കറ്റ് അതിന്റെ മുകളിലാണ്. നമ്മൾ രാവിലെ നോക്കിയതിന്റെ മുകളിലാണ് മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്ത് ഈ റെസിസ്റ്റൻസിന്റെ അടുത്താണ് മാർക്കറ്റ് ഓപ്പണിംഗ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ലെവൽ എന്താണ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്ത് നേരെ മാർക്കറ്റ് താഴേക്ക് വന്ന് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിന്റെ എത്തി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 24,800 മുതൽ 24,775 വരെയുള്ള ലെവല്. ആ ലെവൽ എന്താണ് നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ടാണ്, സ്ട്രോങ് സപ്പോർട്ടാണ്. എക്സാക്ട്ലി നോക്കി കറക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിന്റെ ലോ എവിടെയാണ്, അവിടെയാണ് 24,775 ആണ്. അപ്പൊ നാളെയും നമ്മൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്ത മാർക്കറ്റ് ചെറുതായിട്ട് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് എഗെയിൻ എന്താണ് മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നാളത്തേക്ക് നമ്മൾ നോക്കുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അപ്സൈഡിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഈ ലെവലിൽ തന്നെ എന്താണ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഈ ലെവലിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,000 മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. 25,000 എന്ന് പറയുന്ന ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. 24,990 ഒക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള ലെവൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. 24,000, 25,070 ഒരു സ്ട്രോങ് ലെവലാണ്. അപ്പം ഈ ലെവൽ എത്തുമ്പോൾ എന്തായാലും മാർക്കറ്റ് ഇപ്പൊ 25,000 മുകളിലോട്ട് മാർക്കറ്റ് പോയാലും ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യും. കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് ചിലപ്പം ഒരു റിവേഴ്സൽ വരാം. അപ്പൊ അത് നിങ്ങൾ മൈൻഡിൽ വെക്കും. പി ഒ സിയും കൂടിയാണ്, നിഫ്റ്റിയിലുള്ള ഒരു പി ഒ സി ലെവലും കൂടിയാണ്. അത് മാത്രമല്ല നമ്മൾ പ്രൈസ് ആക്ഷൻ വ്യൂവിലും ഇതൊരു ലെവലാണ്. 25,070 ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇനി ഡൗൺ സൈഡിലേക്ക് നമ്മൾ കാണുന്നത് നമുക്കറിയാം നിഫ്റ്റിയിൽ എന്താണ് ഈ ലെവൽ എന്താണ് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഈ ലെവലിലെ താഴെയായിട്ട് മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇനിയിപ്പോ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ലെവലിൽ നിന്നൊക്കെ ഒരു റിജക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി ആ സമയത്തെ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാവുന്നതാണ് ഈ ലെവൽ. അതേപോലെ തന്നെ നിഫ്റ്റി ഈ ലെവൽ താഴേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവലാണ്. 24,600, 619 ആ ഒരു ഏരിയ ആണ്. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ്, ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റി എന്താണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഒരു മേജർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റന്റ് സോൺ ആണ് കണ്ടല്ലേ. 56,200 മുതൽ 56,300 വരെയുള്ള ഏരിയ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ലെവലിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതൊക്കെ നമ്മളെ ഗ്രൂപ്പ്, നമ്മുടെ ഈ ഒരു ചാനൽ വാച്ച് ചെയ്തവർക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റാണ് നെക്സ്റ്റ് ടാർഗറ്റ് എവിടെയാന്ന് പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റ് അവിടെ എത്തി, കണ്ടില്ലേ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ ലെവൽ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ ലെവൽ മാർക്കറ്റ് എന്താണ് ബ്രേക്ക് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പി ഒ സി ലെവലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെയും കൂടെ മുകളിലോട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ
മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ നാളെ നമുക്ക് ഈ ലെവല് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോണും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡ് കാണാം. പക്ഷെ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ഉള്ള ഏരിയ ആണ്. അപ്പം അത്ര ഒരു കൺവിക്ഷൻ എനിക്ക് മാർക്കറ്റിലേക്ക് ഇല്ല. അപ്പൊ നിഫ്റ്റിയും നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി കുറച്ചാണ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ട്. ഓക്കെ. അപ്പൊ ഒരു സ്കാൽപ്പിംഗ് പോലെ അല്ലെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നു, ആ സമയത്ത് പ്രൈസ് ആക്ഷൻസ് ഒക്കെ നോക്കി എടുക്കുന്നവർക്ക് നോക്കാം. അപ്പം ആ ഒരു സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. താഴേക്കുള്ള ലെവൽ നമ്മൾ അഗൈൻ ഈ ലെവല് റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്കൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിഫ്റ്റിയും ഇതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഡയറക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവല് നമ്മൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കൊരു നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ ഇതാണ് 56,000 എന്ന് പറയുന്ന ലെവൽ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവല് ക്രോസ് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഫർദർ ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പൊ അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഈ ലെവലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പം നിങ്ങൾ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലെവൽസ് ഒക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ കണ്ടല്ലോ, ഇവിടെ നമുക്ക് നോക്കി 55,600 മുതൽ 55,470 വരെയുള്ള ലെവല് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ. ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മുകളിലോട്ടുള്ള കൺവിക്ഷൻ കുറച്ച് കുറവാണ്. ഇപ്പം നിഫ്റ്റി പോകുന്നുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഫേവറബിൾ ആണ്. അതുപോലെ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ മുകളിലോട്ട് പോകുമെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രയൽ ചെയ്ത് ഈ ഒരു ലെവൽ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് കുറച്ച് സ്ട്രഗിൾ ആണ് ഏരിയ കവർ ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അത് ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ സ്റ്റോക്സിന്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ABC ക്യാപിറ്റൽ എന്നുള്ള സ്റ്റോക്കിനെ പറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പൊ ആ സ്റ്റോക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് പ്രീമിയം മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലിങ്കിൽ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ലെവൽ എന്താ, ഈ 249 താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരു എൻട്രി എടുക്കുന്നവർക്ക് ഉണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് അവിടെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസ് ആക്ഷന്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഈ ഒരു സെൽ ഓർഡർ ആണ് ഇവിടെ ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓർഡർ ഉണ്ട്. കുറെ ആളുകൾ അവിടെ ഓൾറെഡി ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ മാർക്കറ്റ് പ്രൊഫൈലിലും ഇവിടെ ഒരു സെൽ സൈഡിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് സാധാരണ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ കാൻഡിൽ സിക്സിന്റെ ചാർട്ട് നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു ക്യാൻഡിൽ കാണുമ്പോൾ അവിടെ എത്ര ബയർ ഉണ്ട് അല്ലെങ്കിൽ എത്ര സെല്ലർ ആക്റ്റീവ് ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഓർഡർ ഫ്ലോയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും അറ്റ് ദ ഏർലിയസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ പറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈല് ഇപ്പൊ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, കോണ്ടവർ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് പല നമ്മുടെ യൂട്യൂബിലൊന്നും അതിനെപ്പറ്റി ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എന്തായാലും അറ്റ് ദ ഏർലിയസ്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.